ശ്രീ ഗണപതിയെ നമ. അവിഘ്നമസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അവിട്ടം നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോളട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം തൊട്ട് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നൊരു വർഷമാണ് 2025 അവിട്ടം നക്ഷത്രക്കാർക്ക്. വാഹനം മാറ്റി വാങ്ങാൻ സാധ്യത കാണുന്നു. അതായത് വാഹനം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം മാറ്റിയിട്ട് പുതിയത് വാങ്ങാനുള്ളൊരു യോഗം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അതായത് കുടുംബത്തിൽ ചെറിയ ചെറിയ വഴക്കുകളും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ മാറി സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഔദ്യോഗിക മേഖലകളിൽ ജോലി ഭാരം വർദ്ധിക്കുവാനും സാധിക്കും. അതായത് ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കുവാൻ ഒരു യോഗം കാണുന്നുണ്ട്. പിന്നെ സഹോദരങ്ങളുമായി ഒരു പ്രത്യേക സ്നേഹം നിങ്ങൾ വെച്ച് പുലർത്തുന്നൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവരവരുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇടപെടേണ്ടതായിട്ട് വരുന്നുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ വിവാഹ ജീവിതം സന്തോഷപ്രദമായിരിക്കും. ജീവിത പങ്കാളി ഇതിൽ നിന്നൊക്കെ നല്ലൊരു പ്രവർത്തികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ എന്ന് പറയാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ പണം കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് 2025. എന്നാൽ ജാമാതാക്കൾക്കൊക്കെ ചെറിയ അസുഖങ്ങൾ, അതായത് ജാമാതാവം ചെയ്യുമ്പോഴത്തേക്ക് അമ്മാവനോ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിലുള്ള പ്രായമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ കാണുന്നതായിട്ട് ചെറിയ അസുഖങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മളുടെ വരുന്ന വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകൾ ചെയ്യാൻ പഠിക്കുക. ആ ചിലവുകൾ അധികരിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ സാമ്പത്തികമായിട്ട് ബാധ്യതയിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പൊതുവെ സാമ്പത്തിക വർധനവ് കൊണ്ടുവരുന്നൊരു വർഷം തന്നെയാണിത്. നമ്മൾക്ക് കിട്ടുന്നതനുസരിച്ച് വേണം നമ്മൾ ചിലവാക്കാനായിട്ട്. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് മാറണമെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. നമുക്ക് താൻപാത ദൈവംപാത എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിയുന്ന വഴിപാടുകൾ നടത്തുക. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം കൊണ്ടും നല്ലൊരു സമയം തന്നെയാണ് 2025 അവിട്ട നക്ഷത്രക്കാർക്ക് കാണുന്നത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ബന്ധുക്കൾക്കൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതും നിങ്ങൾക്ക് ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ജോലി സംബന്ധമായിട്ടൊക്കെ ഉണ്ടാകുന്നത് സാരമില്ലാതെ പോകും. അപ്പോൾ അതിനാണ് നമ്മൾ പറഞ്ഞത് ഈ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നതും ക്ഷേത്രദർശനം നടത്തുന്നതൊക്കെ നന്നായിരിക്കും. പക്കപ്പിറന്നാളുകൾ തോറും നമ്മളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്കും നന്ദി, നമസ്കാരം.